CPM സ്ഥാനാർത്ഥി പട്ടിക കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും അംഗീകരിച്ചു. തളിപ്പറമ്പിൽ PK ശ്യാമള തന്നെ മത്സരിക്കും. പെരാവൂരിൽ KK ശൈലജയും ജനവിധി തേടും. CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിലാണ് ലിസ്റ്റ് അംഗീകരിച്ചത്. മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, CPM സ്ഥാനാർത്ഥി പട്ടിക അങ്ങനെ ഉറപ്പായിരിക്കുന്നു. PK ശ്യാമള തന്നെ തളിപ്പറമ്പിൽ മത്സരിക്കുന്നു. മറ്റു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതിഭ, CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഇന്ന് ചേരുകയും ഈ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ അംഗീകരിക്കുകയും ചെയ്തു. ഒരു തരത്തിലുള്ള മാറ്റവുമില്ല. നേരത്തെ അംഗീകരിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും ഒക്കെ അംഗീകരിച്ച അതേ ലിസ്റ്റ് തന്നെ ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റിയും അംഗീകരിച്ചിരിക്കുകയാണ്. തളിപ്പറമ്പിൽ PK ശ്യാമള തന്നെ മത്സരിക്കും. പേരാവൂരിൽ KK ശൈലജയും. ഈ രണ്ട് കാര്യത്തിലായിരുന്നു CPM-ൽ വലിയ രീതിയിലുള്ള ചർച്ച, താഴെത്തട്ടിലൊക്കെ ചർച്ചയുണ്ടായിരുന്നത്. ഈ രണ്ട് കാര്യത്തിലും ഒരു മാറ്റവും വേണ്ട എന്നിപ്പോൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയും തീരുമാനിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ജില്ലാ കമ്മിറ്റി അവസാനിച്ചത്. ഈ ലിസ്റ്റ് പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഈ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിട്ടില്ല എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഈ ലിസ്റ്റിനെ കുറിച്ച് ചർച്ച നടന്നു. ചില സംശയങ്ങൾ പല അംഗങ്ങളും ഉയർത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ അല്പം മുമ്പാണ് ഈ ജില്ലാ കമ്മിറ്റി അവസാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ലിസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ട് തന്നെ തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയും യോഗം ചേരുന്നുണ്ട്. ഈ മണ്ഡലം കമ്മിറ്റി കൂടി ഇത് അംഗീകരിക്കുന്നതോടുകൂടി ഈ ലിസ്റ്റ് പുറത്തേക്ക് വരും. എന്തായാലും CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തളിപ്പറമ്പിൽ PK ശ്യാമള തന്നെ മത്സരിക്കും. ഒരു തരത്തിലുള്ള മാറ്റവും ഇതിലില്ല. ഇന്നത്തെ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഈ തളിപ്പറമ്പിലെ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കവും ഇല്ല. തളിപ്പറമ്പിൽ PK ശ്യാമള തന്നെ ഉറപ്പിക്കുന്നു. എന്തായാലും CPM-ന്റെ ഇന്ന് ഏറ്റവും നിർണായകമായ കമ്മിറ്റി അല്പസമയത്തിനകം ഏതാണ്ട് വൈകിട്ട് 5 മണിയോടുകൂടി തളിപ്പറമ്പിലെ മണ്ഡലം കമ്മിറ്റി യോഗം ചേരുകയാണ്. ഈ മണ്ഡലം കമ്മിറ്റിയിലാണ് ഇതിൽ ഏറ്റവും അന്തിമമായ ഒരു കാര്യമുണ്ടാവുക. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും അംഗീകരിച്ച പട്ടിക, ആ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരുത്ത് എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടായാൽ അത് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ ആ ലിസ്റ്റിൽ ഒരു തരത്തിലുള്ള മാറ്റത്തിനും ഇനി സാധ്യതയില്ല. ജില്ലാ കമ്മിറ്റി കൂടി അംഗീകരിച്ച സാഹചര്യത്തിൽ ഇനി മണ്ഡലം കമ്മിറ്റിക്ക് ഏതെങ്കിലും തരത്തിൽ തിരുത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. ലോക്കൽ സെക്രട്ടറിമാരും ഏരിയ കമ്മിറ്റി അംഗങ്ങളുമൊക്കെയാണ് ഈ മണ്ഡലം കമ്മിറ്റിയിൽ പങ്കെടുക്കുക. അപ്പോൾ ഈ ലിസ്റ്റ് അതേപടി അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുക. എന്തായാലും ഇന്ന് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗീകരിച്ച പട്ടിക ഇങ്ങനെയാണ്. പയ്യന്നൂരിൽ സിറ്റിംഗ് MLA TI മധുസൂദനൻ തന്നെ മത്സരിക്കും. തളിപ്പറമ്പിൽ CPM ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയുമായ PK ശ്യാമള, കല്യാശ്ശേരിയിൽ സിറ്റിംഗ് MLA M വിജിൻ, അഴീക്കോട് സിറ്റിംഗ് MLA KV സുമേഷ്, ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, തലശ്ശേരി കാരായി രാജൻ, മട്ടന്നൂർ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, പേരാവൂർ KK ശൈലജ എന്നിങ്ങനെയാണ് ഈ പട്ടിക. ഈ പട്ടികയാണ് ഇന്ന് പാർട്ടി അംഗീകരിച്ചിട്ടുള്ളത്, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റിയിൽ ഈ പട്ടിക ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ചു. ഇതിന്മേൽ ചില ചർച്ചകളൊക്കെ നടന്നു. പയ്യന്നൂരിൻ്റെ കാര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ UDF-ന് മേധാവിത്വം കിട്ടുന്ന അല്ലെങ്കിൽ 10,000-ഓളം വോട്ടിൻ്റെ ലീഡ് കിട്ടിയ ഒരു സാഹചര്യം ചില അംഗങ്ങൾ ഒരു ആശങ്ക എന്ന രൂപേണ അവതരിപ്പിച്ചു. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു സംഘടനാ സംവിധാനം പാർട്ടിക്കുണ്ട്. ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു വിഷയം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ചുറ്റിപ്പറ്റി അല്ല, ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയല്ല LDF പ്രത്യേകിച്ച് CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുന്നണിയാണ്. മുന്നണിയിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കല്ല അവിടെ പ്രാധാന്യമുള്ളത്. ഒരു തരത്തിലുള്ള ഈ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് പാർട്ടിയുടെ നേതൃത്വം. ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷത്തെ പോലും ബാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ കഴിയുന്ന പാർട്ടിയുടെ ഏറ്റവും ശക്തമായ ഒരു ആധിപത്യമുള്ള ഒരു മണ്ണാണ് തളിപ്പറമ്പ് മണ്ഡലം. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ വോട്ട് കുറയുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ജില്ലാ നേതൃത്വം വിലയിരുത്തിയത്. അക്കാര്യങ്ങൾ ജില്ലാ നേതൃത്വം ഈ ജില്ലാ കമ്മിറ്റിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിലും ഇതുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പുമായി ബന്ധപ്പെട്ട്
വീറോടെയുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു മുതിർന്ന അംഗം പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കുടുംബാധിപത്യത്തിൻ്റെ വിമർശനങ്ങളൊക്കെ ഉയരില്ലേ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു വിമർശനം ഒരു മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയും ഈ പട്ടിക അംഗീകരിച്ചിട്ടുള്ളത്. ഈ ജില്ലാ കമ്മിറ്റിയും പട്ടിക അംഗീകരിച്ചു. ഇനി മണ്ഡലം കമ്മിറ്റിയും അംഗീകരിക്കുന്നതോടുകൂടി CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമ രൂപമാവുകയാണ്. ഇത് എപ്പോഴാണ് പ്രഖ്യാപിക്കാൻ കഴിയുക? 3 ദിവസം മണ്ഡലം കമ്മിറ്റി ചേരുന്നുണ്ട്. ആ മണ്ഡലം കമ്മിറ്റി 3 ദിവസം ചേർന്നതിന് മണ്ഡലം കമ്മിറ്റികൾ അംഗീകരിക്കുന്നതിന് മുറക്ക് CPM-ൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞ ആ ലിസ്റ്റിൽ, അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും ഒക്കെ അംഗീകരിച്ച ആ ലിസ്റ്റിന് ഒരു മാറ്റവുമില്ല. അതേപടി ജില്ലാ കമ്മിറ്റി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ് പ്രതിഭ.